വെറും 3000 രൂപ പെർ മന്ത് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ ഒരു വ്യക്തിക്ക് ഒരു കോടിപതിയായിട്ട് മാറാൻ സാധിക്കും. അതിസമ്പന്നരുടെ ലൈഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരുടെയും ജീവിതത്തിലുള്ള ഒരു വെൽത്ത് ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിലുള്ള ഏതെങ്കിലും ഒരു കാര്യം നമ്മളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും ഒരു അതിസമ്പന്നനായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ചാണ് ഇന്നേ ദിവസം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ താങ്കൾ പൂർണ്ണമായിട്ട് കാണുക. ഉപകാരപ്രദമാണെങ്കിൽ താങ്കൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. തൊമ്മിച്ച് ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. അതിസമ്പന്നരുടെ വെൽത്ത് ട്രയാങ്കിളിനെ കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ ചുറ്റുവട്ടത്തിലുള്ള അതിസമ്പന്നരായിട്ടുള്ള വ്യക്തികളെല്ലാവരും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരുടെ ലൈഫിൽ ഈ വെൽത്ത് ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും വളരെ വലിയ രീതിയിൽ തന്നെ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഇൻകം സ്കിൽ. എന്താണ് ഹൈ ഇൻകം സ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാസം അവരുടെ സ്കിൽ ഉപയോഗിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഒരു മാസം ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയുടെ സ്കില്ല്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്കില്ലുള്ള വ്യക്തികളാണ് നമ്മുടെ ഫിലിം സ്റ്റാർസ്, പിന്നെ ക്രിക്കറ്റ് പ്ലേയേഴ്സ്, പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ചില ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അല്ലെന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ്സ്, ഈ തരത്തിലുള്ള പല സ്കിൽ, അതായത് അവരുടെ സ്കില്ല് ഉപയോഗിച്ചിട്ട് അവരെ സംബന്ധിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും അവർക്ക് ഏൺ ചെയ്യാൻ സാധിക്കണം. ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറഞ്ഞത്, 10 ലക്ഷം രൂപയെങ്കിലും പെർ മന്ത് ഏൺ ചെയ്യാൻ സാധിക്കണം. ഇനി രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്ക് സ്കെയിലബിൾ ബിസിനസ്. ഇപ്പോൾ സ്കെയിലബിൾ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ രീതിയിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 10 ലക്ഷം രൂപ ഇവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ ഒരു പെർ മന്ത് ഇവർക്ക് പ്രോഫിറ്റായിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും പെർ മന്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം. ഒരു സിസ്റ്റം ഡ്രിവൺ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കണം. ഓണർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ബിസിനസ് ആയിരിക്കണം. അതിനെയാണ് ഈ സ്കെയിലബിൾ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഒരു മന്ത്ലി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന വ്യക്തികൾ. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഇതിലിപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യമാണ് ഹൈ ഇൻകം സ്കില്ല്, രണ്ടാമത്തെ കാര്യമാണ് ഇപ്പോൾ സ്കെയിലബിൾ ബിസിനസ്. മൂന്നാമതായിട്ട് ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഹൈ റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇപ്പോൾ ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ഒരു 10% റിട്ടേൺ എങ്കിലും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന വ്യക്തികൾ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, നമുക്ക് ഒരു അതായത് ഒരു സമ്പന്നനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഹൈ ഇൻകം സ്കിൽ ഉണ്ടാവണം, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്കെയിലബിൾ ബിസിനസ് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും എല്ലാവർക്കും ഉണ്ടാകുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ മോഹൻലാലിനെ പോലെ, അല്ലെന്നുണ്ടെങ്കിൽ MG ശ്രീകുമാറിനെ പോലെ, യേശുദാസിനെ പോലെ ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്കില്ല് ഉപയോഗിച്ചിട്ട് എല്ലാ മാസവും 10 ലക്ഷം രൂപ ഏൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. ഇതുപോലെ തന്നെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് റൺ ചെയ്ത് എല്ലാ മാസവും ഒരു 10 ലക്ഷം രൂപ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നതും അത്രയ്ക്കും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ താങ്കളിപ്പോൾ ഏതൊരു സാധാരണ ഒരു വ്യക്തിയാണെങ്കിലും അവരെ സംബന്ധിച്ച് ഈ ഒരു മെത്തേഡ് ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്കും ഒരു അതിസമ്പന്നനായ ഒരു മില്യനെയർ എന്നുള്ള ആ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ താങ്കൾക്ക് ഇപ്പോൾ ഒരു 1 CR 1 കോടി രൂപ താങ്കൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ 1 കോടി രൂപ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 12% റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലാണ് താങ്കൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ഒരു 5 വർഷം കൊണ്ട്
5 വർഷം കൊണ്ട് താങ്കൾക്ക് ഇപ്പോൾ 1 കോടി രൂപ സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1,23,000 രൂപ വെച്ച് പെർ ലാക്ക് വെച്ച് 1,23,000 വെച്ച് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ താങ്കളെ സംബന്ധിച്ച് 5 വർഷം കൊണ്ട് 1 കോടി സമ്പാദിക്കാൻ താങ്കൾക്ക് സാധിക്കും. ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു എമൗണ്ട്, അതായത് 1,23,000 രൂപ ഡിപ്പോസിറ്റ് ചെയ്യാൻ ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ഒരു 10 വർഷം കൊണ്ട് താങ്കൾക്ക് ഈ 1 കോടി രൂപ സമ്പാദിച്ച മതിയെങ്കിൽ ഇപ്പോൾ താങ്കൾ ഒരു 43,000 രൂപ പെർ മന്ത് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താങ്കൾക്ക് ഈ പറഞ്ഞ രീതിയിൽ 10 വർഷം കൊണ്ട് 1 കോടി രൂപ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു എമൗണ്ട് താങ്കളുടെ പക്കലില്ലെങ്കിൽ ഇപ്പോൾ 15 വർഷം കൊണ്ട് താങ്കൾക്ക് 1 കോടി രൂപ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 20,000 രൂപ പെർ മന്ത് ഡിപ്പോസിറ്റ് ചെയ്താൽ മതി. ഇനി ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 20 വർഷം ഇപ്പോൾ താങ്കളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ 10,000 രൂപ താങ്കൾ പെർ മന്ത് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് കണ്ടെത്താൻ പറ്റും. ഇനി 30 വർഷം കൊണ്ടാണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെറും 3,000 രൂപ പെർ മന്ത് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ ഒരു വ്യക്തിക്ക് ഒരു കോടിപതിയായിട്ട് മാറാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡിലൂടെ ഏതൊരു വ്യക്തിക്കും ഒരു അതിസമ്പന്നനായ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ താങ്കൾ സംബന്ധിച്ച് 1 കോടിയല്ല 10 കോടി രൂപ താങ്കൾക്ക് ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു 10 വർഷം കൊണ്ട് 10 കോടി രൂപ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇപ്പോൾ 43,000 പകരം 4.3 ലാക്ക് വെച്ച് പെർ മന്ത് ഡിപ്പോസിറ്റ് ചെയ്താൽ മതി. ഇനി 15 വർഷം കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 2 ലക്ഷം രൂപ വെച്ച് ഡിപ്പോസിറ്റ് ചെയ്താൽ മതി. ഇവിടെ 20 വർഷം കൊണ്ടാണെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപ വെച്ച് ഡിപ്പോസിറ്റ് ചെയ്താൽ മതി. ഇനി 30 വർഷം കൊണ്ട് 10 കോടി രൂപ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 30,000 രൂപ പെർ മന്ത് ഡിപ്പോസിറ്റ് ചെയ്താൽ മതി. അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഹൈ റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിലൂടെ ഏതൊരു സാധാരണ വ്യക്തിക്കും ഒരു അതിസമ്പന്നനായ അല്ലെങ്കിൽ ഒരു മില്യനറായിട്ട് മാറാൻ ഈ ഒരു മെത്തേഡിലൂടെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അത്യാവശ്യം ഒരു റിച്ച് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവരെല്ലാവരുടെ ലൈഫിൽ ഈ പറഞ്ഞ ഈ 3-ൽ ഏതെങ്കിലും ഒന്നെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാവും. ഈ 3-ൽ ഏതെങ്കിലും ഒന്നും ഇല്ലാതെ നമുക്ക് അതിസമ്പന്നനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ നമുക്ക് നോർമൽ സിറ്റുവേഷനിൽ നമുക്ക് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നെല്ലാം അതിൽ ഏതൊരു വ്യക്തിക്കും നമുക്ക് പ്രാപ്യമായ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് ഞങ്ങളുടെ നിക്ഷേപ സംബന്ധമായ, അതായത് ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ എങ്ങനെ ഇപ്പോൾ 1 കോടിയാ 10 കോടിയാ 15 കോടിയാ 100 കോടിയാ താങ്കൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടുകളും ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് താങ്കൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് താങ്കൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ഞങ്ങളുടെ സർവീസ് യൂസ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരെ മാത്രം സർവീസ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു മികച്ച രീതിയിൽ ഈ പറഞ്ഞ സർവീസൊക്കെ കിട്ടുന്ന ആൾക്കാരുമായിട്ട് താങ്കൾക്ക് ബന്ധപ്പെടാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്കും താങ്കളെ ഇതേ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ താങ്കൾക്ക് സാധിക്കും. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം എല്ലാ ആഴ്ചകളിൽ നിന്നോളം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പബ്ലിഷ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ആ വീഡിയോസ് എല്ലാം കൃത്യസമയത്ത് ലഭിക്കാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം എല്ലാ മാസവും ഞങ്ങൾ നിക്ഷേപകർക്ക് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ഫിനാൻഷ്യൽ വെബിനാർ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് താങ്കൾക്ക് അറിയണമെങ്കിൽ താങ്കളെ റിലേഷൻഷിപ്പ് മാനേജറായിട്ട് താങ്കൾ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമിച്ചി ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.